ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയ ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് അറിയത്തില്ല. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ലീവാണ്. അപ്പോൾ ഞാനും ചേട്ടനും കൺമണിയും കൂടിയിട്ട് ട്രിവാൻഡ്രം സൂവിൽ കൺമണിക്ക് മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിൽ രാവിലെ ഒരുങ്ങി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ സൂവിലോട്ട് പോവുകയാണ്. കൺമണി അതിൻ്റെ ഹാപ്പിയിലാണ്. ഞങ്ങൾ അടിച്ച് പൊളിച്ച് കാണുന്ന എക്സൈറ്റ്മെൻറ്റോട് പോവാണ്. ഞാൻ മുന്നേയൊക്കെ പോയിട്ടുണ്ട്, 3 തവണയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവൾ ടി വിയിലും ഡിസ്കവറിയിലും കണ്ടുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലൊരു പള്ളിയാണ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് പോകാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക പീസാണ് അവിടെ. നൈറ്റൊക്കെ ചെല്ലുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്, സൂപ്പറാണ് ഗൈസ്. അങ്ങനെ പോവാണ്. നല്ല വെയിലുണ്ട് രാവിലെ ആണെങ്കിൽ പോലും. അവളും ഇങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും അവിടെ ടൈഗർ, പിന്നെ ആനയുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെന്ന് കണ്ട് അവളെ ഹാപ്പി ആക്കണം, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തത് മ്യൂസിയത്തെത്തി. സത്യം പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്, തിരക്കുണ്ട്. സ്റ്റുഡൻസ് അന്നങ്ങനെ ഇല്ലെങ്കിൽ പോലും അല്ലാതെയൊക്കെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വിസിറ്റിങ്ങിന് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളും ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു. ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴയത്തും ഞങ്ങൾ മഴയെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെ എൻജോയ്മെൻറ്റ് തോന്നുന്നു. അങ്ങനെ പോകണം. ഹായ് പറ. ഹായ്. പണ്ടത്തെ പോലെ ഒരുപാട് മൃഗങ്ങളൊന്നും ഇല്ല, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ അതിഥികളെയൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലായിരിക്കും. പുതിയ കൂടുകളൊക്കെ കെട്ടുന്നുണ്ട്. പിന്നെ ഈ അരയന്നം ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ മരത്തിൻ്റെ മുകളിലും വെള്ളത്തിലൊക്കെ ഇങ്ങനെ. കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും. മുതിർന്നവരെക്കാളും കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും. ഇവള് ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ നടന്ന് എല്ലാം അതെന്താന്ന് ഞങ്ങൾ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹാപ്പി അത് ഹിമക്കരടീനെയൊക്കെ കണ്ടു. അവരൊക്കെ ഭയങ്കര ഉഷാറായിട്ട് അങ്ങനെ നമ്മളെ വിസിറ്റേഴ്സിനെയൊക്കെ നോക്കിക്കൊണ്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ തലൈവ അവിടെ കോട്ടുവായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് മാറിയപ്പോൾ നല്ല ഗർജനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കോട്ടുവായ കിട്ടുന്ന ആരാ എന്താന്നൊക്കെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. പിന്നെ കൂടുതലും കുട്ടി എല്ലാം ഉണ്ടായിരുന്നത്. അവരാണ് ഭയങ്കര ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ. കുറേ പേരൊക്കെ രാവിലെ ഫുഡ് കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ആരെയും മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അവിടെയുള്ള എല്ലാവരും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സത്യം പറഞ്ഞാൽ ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുള്ളൂ. അവർ കഴിക്കുന്നു, അവരെ ലോകം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചെല്ലുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നു. ചിലവർ അവരെ ഫോട്ടോ എടുക്കുന്നു, എന്നാലും അതറിയാത്ത രീതിയിൽ പോസ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്നു. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സവാരി നടത്തിക്കൊണ്ടിരിക്കുവാണ്. വേറൊരാൾ. എല്ലാം കൗതുകം തന്നെയാണ് കുട്ടികൾക്ക്. ഞങ്ങളും കുറച്ച് നേരം എൻജോയ് ചെയ്തുകൊണ്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തുമൊക്കെ. പിന്നെ വെള്ളത്തിലൊരാൾ കിടപ്പുണ്ട്, ഒളിച്ച് കിടക്കുവാണ്. അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഫോട്ടോ എടുത്തത്. അധികം മൈൻഡ് ചെയ്യാതെ അങ്ങ് കിടക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ പുറകെ നടന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ പോയപ്പോഴാണ് സൂ ഹോസ്പിറ്റൽ, അതിനകത്ത് തന്നെ കണ്ടതാണ്. അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. പിന്നെ കൺമണിക്ക് ഏറ്റവും പേടിയുള്ള ആളാണ് മുള്ളം പന്നി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടു അവളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ
പാർക്കിൽ കയറി, പിന്നെ അക്വേറിയം കണ്ടു. അക്വേറിയത്തിൽ കുറേ മീനുകളൊക്കെ കണ്ടു. അങ്ങനെ ഹാപ്പിയായി. കുറേ വീഡിയോ ഒക്കെ മിസ്സായി. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അവൾ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഇനിയും വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് അവളെ കൊണ്ടുപോകണം, അവളെ ഹാപ്പി ആക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അത് അടുത്ത ലീവിനോ ഓഫിനോ ഒക്കെ ആവാം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.